നമസ്കാരം. നമസ്കാരം, മീനാക്ഷിയാണ്. ഈ വരുന്ന മാർച്ച് 15-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മൈതാനത്തിൽ വെച്ച് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സനാതന ധർമ്മവിശ്വാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. എന്തൊക്കെയായിരുന്നു നടി മീനാക്ഷിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സുഡാപ്പികളും ചില സോ കോൾഡ് കമ്മികളുമൊക്കെ സ്വപ്നം കണ്ടത്. എല്ലാം വെറും 19 സെക്കൻഡ് കൊണ്ട് ആ കുട്ടി തന്നെ ഇതാ തകർത്ത് കളഞ്ഞിരിക്കുന്നു. അല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് സ്വപ്നം കാണാനും മാത്രമുള്ള സംഗതികൾ ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിലെ യുവ നേതാവ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞത് SFIയുടെ ഒരു ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി സംസാരിക്കുന്ന ഒരു പയ്യനുണ്ടല്ലോ, ശിവപ്രസാദ് എന്നാണ് പറഞ്ഞിരുന്നത്. അയാളുടെ സംസാരം ഞാൻ കേൾക്കാറുണ്ട്, വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നതാണ്, എനിക്ക് ആ പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ SFIക്കാരും കമ്മികളുമൊക്കെ ഈ കൊച്ചിനെ പൊക്കിക്കൊണ്ട് നടന്നു. പോരെങ്കിൽ കുറേ നാളുകൾക്ക് മുമ്പ് ജാതി പിരമിഡിനെ പറ്റിയൊക്കെ ഈ സ്കൂളുകളിലും മറ്റുമൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ ഒഴിവാക്കിക്കൂടെ എന്ന തരത്തിൽ അത് പറഞ്ഞപ്പോൾ അതെടുത്ത് പോസ്റ്റ് ഇടാൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയും എന്തോ ഇത് ഹിന്ദുത്വത്തിനെതിരെയുള്ള ഒരു പരാമർശമാണ് എന്ന തരത്തിൽ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് അതിനെ ആഘോഷിച്ചുകൊണ്ട് നടന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തനിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താനത് ചോദിച്ച് ആ സംശയത്തിന് ഉത്തരം തേടുന്നത് മൈത്രേയനോടാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ആ സമയം മുതൽ ഒരുപക്ഷെ ഈ സുഡാപ്പികൾക്കും ഈ കൊച്ചിനോട് ഒരല്പം ഇഷ്ടക്കേട് തോന്നിയിരിക്കണം. കാരണം അവർക്കും താല്പര്യമുള്ള വ്യക്തിയല്ല മൈത്രേയൻ എന്ന വ്യക്തി. അങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ഈ വിവാദം ഉണ്ടാക്കാനും വാർത്ത ഉണ്ടാവാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ കൃത്യമായി വിട്ടുകൊടുത്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി തന്നെയാണ്, ഒരു നടിയാണ്, സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു കലാകാരി കൂടിയാണ്. അപ്പോൾ അങ്ങനെ നവോത്ഥാനക്കാർക്കും പുരോഗമനക്കാർക്കുമൊക്കെ ആഘോഷിക്കാനുള്ള ചില വകുപ്പ് ഇടയ്ക്കിങ്ങനെ വീണ് കിട്ടുമായിരുന്നു. അങ്ങനെ അവർ സ്വപ്നം കണ്ട് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള വേടനെ പോലെ മറ്റൊരു ടൂളായിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 19-20 സെക്കൻഡ് കൊണ്ട് തകർത്ത് കളഞ്ഞു. ഹിന്ദു ഏകതാ സമ്മേളനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഏരിയയിൽ നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് നടി മീനാക്ഷി തന്നെ ആണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെയും സ്വപ്നം കണ്ട് വേടനെ പോലെ ഹിന്ദുക്കൾക്കെതിരെ ഒരു ടൂളാക്കാമെന്ന് സ്വപ്നം കണ്ടവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതങ്ങനെ അവിടെ നിന്ന് തൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല എന്ന്. ഇത് കണ്ടപ്പോഴെങ്കിലും ഒരുപക്ഷെ അവർക്ക് മനസ്സിലായി കാണും. അപ്പോൾ ചിലർ വിചാരിക്കും ഒരുപക്ഷെ ഈ ഒരു സെലിബ്രിറ്റി അല്ലേ, അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വന്നപ്പോൾ അവർ ഒരു ആശംസ അർപ്പിച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ആളുകൾ ആ വിശ്വാസത്തിൽ തന്നെ അല്ലെങ്കിൽ ഹിന്ദു നാമധാരികളായിട്ടുള്ള 1 അല്ല 10 അല്ല 100 കണക്കിന് നടിമാർ വേറെയുണ്ട്. അവരാരും ഇങ്ങനെ ആശംസയും കൊണ്ട് വരുന്നില്ലല്ലോ. നമുക്ക് കാണാവുന്നത് ആകെ ഒരു അനുശ്രീ, പിന്നീട് ഇപ്പോൾ എന്താ ഈ കുട്ടി, ഇതുപോലുള്ള വളരെ ചുരുക്കം. ഇപ്പോൾ പിന്നെ കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്നുണ്ട്. മുൻപ് ഇവരൊക്കെ എന്ത് കരുതുമെന്ന് വിചാരിച്ച് മാറി നിന്നവർ ഇപ്പോൾ ധൈര്യപൂർവ്വം വരുന്നുണ്ട്. സത്യത്തിൽ അതിനുള്ള അന്തരീക്ഷം ഈ രാജ്യത്ത് ഒരുക്കി കൊടുത്തത് നരേന്ദ്രമോദിയും BJPയും തന്നെയാണ്. അതിന് ഇവരൊക്കെ എത്ര പുരോഗമനം പറഞ്ഞാലും സ്വന്തം സ്വത്വത്തിൽ നിന്ന് വേരുകളിൽ നിന്നൊന്നും മാറി നിൽക്കാൻ ഇത്തരക്കാർക്ക് പറ്റില്ല എന്നുകൂടിയാണ് മീനാക്ഷിയുടെ ഇതുപോലുള്ള വീഡിയോ കൂടി തെളിയിക്കുന്നത്. അതിനാൽ സുഡാപ്പികളോട് പറയാനുള്ളത്, ആ പായ അങ്ങ് മടക്കിയേക്ക്, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്, നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവില്ല എന്നുകൂടിയാണ്.